എക്സ്റേ ആണ്. ഇത് കഴുത്തിൻ്റെ എക്സ്റേ ആണ്. കഴുത്തിൻ്റെ കൂട്ടി എടുക്കുക. കഴുത്തിൻ്റെ എക്സ്റേയിൽ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതേപോലെയാണ് സാധാരണ ഉണ്ടാവുക. ഇങ്ങനെ ചതുരത്തിലാണ് നമ്മുടെ നട്ടലുള്ളത്, ഓരോ അത് ഇത് കണ്ടോ, ഓരോരോ ചതുരായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അതിന്റെ രണ്ടിന്റെ ഇടയിൽ ഗ്യാപ്പും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അച്ഛന്റെ എക്സ്റേ നോക്കുമ്പോഴേ ഇതാണ് അച്ഛന്റെ എക്സ്റേ. ഇതിൽ കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ രണ്ടെല്ലാം തമ്മിൽ ഇങ്ങനെ കണക്ട് ആയേക്കാണ്. ഇവിടെയൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ മറ്റേ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഇതിൽ കണ്ടില്ലേ, ഇതിലൊക്കെ ഗ്യാപ്പ് ഉണ്ട് രണ്ടെല്ലിന്റെ ഇടയിൽ. അച്ഛന്റെ എക്സ്റേ എന്താണെന്ന് വെച്ചാൽ ആ ഗ്യാപ്പൊക്കെ പുതിയ എല്ല് വളർന്നിട്ട് ഫില്ലായേക്കാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേയ്മാനം കാരണമാണ്. ഈ ചതുരത്തിലുള്ള എല്ലിന്റെ രണ്ട് സൈഡിൽ കൂടിയും ലിഗമെന്റ് എന്ന് പറയും. അതായത് അതിനിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു പേശി ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ പ്രായമായി വരുമ്പോ എന്താന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ കാൽസ്യം ഇങ്ങനെ അടിഞ്ഞു കൂടും. കാൽസ്യം അടിഞ്ഞു കൂടിയിട്ട് പുതിയ എല്ല് ഉണ്ടായ പോലെ കാണും നമുക്ക് എക്സ്റേയില്. അതാണ് ഇത് കണ്ടില്ലേ, ഇത് രണ്ട് എല്ലും തമ്മിൽ ഇങ്ങനെ ജോയിന്റ് ആയി കിടക്കുകയാണ് അവിടെ. അപ്പൊ അച്ഛൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിന്റെ മൂവ്മെന്റ് ഒക്കെ കുറയും. പഴയ പോലെ ഫുള്ള് ഇങ്ങനെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. മനസ്സിലായില്ലേ? ഇതിന്റെ ഭാഗമായിട്ടും എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സൈഡിൽ കൂടിയാണ് നമ്മളെ കയ്യിലോട്ടേക്കുള്ള ഞരമ്പൊക്കെ പോവുക. അപ്പൊ ആ ഞരമ്പിൽ എന്തെങ്കിലും നീർക്കെട്ടോ കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ഷോൾഡറിലോട്ടേക്ക് വേദന വരാം. അതിന്റെ ഭാഗമായിട്ട് അല്ല, ഇത് എക്സ്റേയിൽ കാണുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഷോൾഡറിലും അച്ഛന് കുറച്ച് തേയ്മാനം ഉണ്ട്. അതുകൊണ്ടാണ് അച്ഛന് കൈ പിന്നിലോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? അത് ഇവിടെയൊക്കെ തേയ്മാനുണ്ട്, ഇവിടെയൊക്കെ കണ്ടു. ഇതൊക്കെ കുറച്ച് എക്സ്ട്രാ എല്ലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ വെച്ചാൽ ഇപ്പൊ അച്ഛൻ എത്ര വയസ്സായി? പ്രായമായി വരുമ്പോ എന്താ വെച്ചാൽ ജോയിന്റ് ഒക്കെ തേയ്മാനം വരാൻ തുടങ്ങും.